ഇപ്പൊ മമ്മി കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു, മമ്മിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ മോൻ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇല്ലയോ? മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? അടുത്തുള്ള ക്രിസ്തുരാജ് സ്കൂളില്. മോനും മമ്മിയുടെ കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് മോനാണ് ആഹാരം ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്ന് മമ്മി പറഞ്ഞായിരുന്നു. അങ്ങനാണോ? ഞാൻ പിന്നെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്കിള്. വീട് ഇടിയാറായിരിക്കുവാണെന്ന്. അല്ലയോ? ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ലതയാണ്, കൊല്ലത്ത് നിന്നും. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് മമ്മേ. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട്? സന്തോഷമായി ഇരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കേ സിസ്റ്റർ, ഇപ്പോഴേ ആരുടെ ഒക്കെ കൂടാണ് താമസിക്കുന്നത്? എവിടെയാണ്? ഒന്ന് പരിചയപ്പെടുത്തിയാട്ട് സ്വയം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ കൊല്ലത്ത് ഐത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനും എന്റെ മകനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ സിസ്റ്റർ, ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, പ്രത്യേക ഹല്ലേലൂയ സിസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ സഹോദരിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുന്നവർക്കും ഹല്ലേലൂയ ഒരനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. സിസ്റ്ററിന്റെ പേര് കൊണ്ട് തന്നെ സിസ്റ്റർ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലല്ല ജനിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം സിസ്റ്റർ എവിടെ ജനിച്ചു, മാതാപിതാക്കള്, എങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സിസ്റ്ററിന് സാക്ഷ്യമായിട്ട് പറയാം. പിന്നെ ഇന്ന് വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും സിസ്റ്ററും ദൈവവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ദൈവം നടത്തുന്ന വിധങ്ങളും എല്ലാം സിസ്റ്ററിന് സാക്ഷ്യമായിട്ട് പറയാം. അതിനായി സിസ്റ്റർ ഞാനിപ്പോൾ സമയം വേർതിരിച്ചു തരികയാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ പേര് ലത എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയില് ഐത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ അമ്മയുടെ പേര് സുജാത എന്നാണ്. എന്റെ അച്ഛന്റെ പേര് രവി എന്നാണ്. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നത്. എനിക്ക് ചെറുതിലെ മുതലേ ഞാന് ജനിച്ചത് ഡിസംബർ 25-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചതും ക്രിസ്തുവിന്റെ അടുത്തിലോട്ട് വന്നതും ഒക്കെ ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം. കുഞ്ഞിലെ മുതലേ എനിക്ക് ഇഷ്ടമായിരുന്നു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും പള്ളിയിലൊക്കെ പോകുവാനും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഒക്കെ പിന്നെ ഹിന്ദു കുടുംബത്തിൽ നിന്നും ബന്ധുക്കുസ സഭയിലോട്ടായി. കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെയും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, നല്ല സത്യമായ ദൈവത്തെ അറിയണം, നിങ്ങളൊക്കെ അറിഞ്ഞു വരണം, എങ്കിലേ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ എപ്പോഴും പറയും. അന്നേരം കുഞ്ഞമ്മ പറയുന്നത് പോലെ തന്നെ ഞാനും അന്നേരം പ്രാർത്ഥിക്കുകയും കുഞ്ഞമ്മയുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും എടുക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ മുതലേ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യും. പിന്നെ അതിൽ നിന്നും പിന്നെ കുറച്ച് നാൾ ഇങ്ങോട്ട് മാറിയൊക്കെ നിന്നു. പിന്നെ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് സമയം കിട്ടുമ്പോൾ മാത്രമേ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകത്തുള്ളൂ, അല്ലാത്തപ്പം പോവാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവരും ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു. അവരും ഒക്കെ ഇങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജോലിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്തും ഒക്കെ ഞാൻ വീട്ടില് ഭയങ്കര പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു എൻ്റെ വീട്ടിൽ. ഒരുപാട് എൻ്റെ ഫാദർ ആണെങ്കിൽ ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി എല്ലാം ചെയ്തായിരുന്നു. എന്തോ ജോലിയാ ചെയ്തോണ്ടിരുന്നത്? എന്തോ ജോലിക്കാ? ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കൊച്ചെന്ത് ജോലിക്കാ പോയത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിന്റെ അപ്പുറത്ത് തന്നെ എൻ്റെ അമ്മയുടെ മാമന്റെ വീട്ടിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മള് സിമെന്റ് കവറില്ലേ, സിമെന്റ് കവർ, അത് ആ ചേച്ചി അത് ശരിയാക്കി തരും. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് 50 രൂപ വെച്ച് കിട്ടുമായിരുന്നു. എത്ര രൂപ വെച്ച് അന്ന് കിട്ടുമായിരുന്നു. 50 രൂപ. 50 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് അത് വീട്ടിൽ അമ്മയുടെ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. അന്ന് തൊട്ടേ ജോലിക്ക് പോവുകയും ഇടിക്കുകയെല്ലാം ചെയ്ത് പിന്നെ കുറച്ച് നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ തുണി കച്ചവടം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു ബേബി ഫുഡ് കച്ചവടത്തിന് വേണ്ടി ഞാനിങ്ങനെ പോയപ്പോഴും അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ കൊണ്ടു കൊടുത്തപ്പോഴും അന്നേരം ആ ചേച്ചി ചോദിച്ച്, മോള് എന്തുവരെ പഠിച്ച് പിന്നെ എന്ത് പഠിക്കാൻ എന്താന്നെല്ലാം ചോദിച്ചു. അന്നേരം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് പഠിക്കുവാൻ പറ്റത്തില്ല, വീട്ടിലെ സാഹചര്യമൊക്കെ മോശം, അതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ല. അതായത് ചേച്ചി പറഞ്ഞു, നിനക്ക് ഇത് ആയുർവേദമൊക്കെ പഠിക്കുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, എനിക്ക് പഠിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ ആ ചേച്ചി പഠിപ്പിച്ചു. അങ്ങനെ തന്നെ എനിക്ക് ദൂരെ ചണ്ഡീഗഡിലോട്ട് എന്നെ ഒരു ഹോസ്പിറ്റലിലോട്ട് അയച്ചു. ചേച്ചി ആയുർവേദം പഠിപ്പിച്ചോ? ആ സിസ്റ്റർ ആയുർവേദം പഠിപ്പിച്ചോ? ചേച്ചി എന്നെ പഠിപ്പിച്ചു. അങ്ങനെ എന്നെ ചണ്ഡീഗഡിലോട്ട് വിട്ടു. അങ്ങനെ ഞാൻ ചണ്ഡീഗഡില് 1 കൊല്ലത്തോളം അവിടെ നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ എന്റെ അമ്മയുടെ അമ്മ മരിച്ചുപോയി. എന്റെ അമ്മയുടെ അമ്മ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നോട് എന്റെ കൂടെ ഉള്ള ആ വേർപിരിവില് പെട്ടെന്ന് പുള്ളിക്കാരിക്ക് പനിയൊക്കെ വന്ന് പെട്ടെന്ന്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. 1 വർഷം വരെ എന്റെ അമ്മൂമ്മ മരിച്ച കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. എന്നുവെച്ചാൽ എനിക്കൊരു ഫീല് പറ്റൂ എന്നുള്ള രീതിയിൽ മറച്ചു വെച്ചിരുന്നു. അങ്ങനെ മറച്ചു വെച്ചിരുന്ന ഞാൻ അന്നേരം ഒരു ദിവസം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി, എനിക്ക് പോകണം. അന്നേരം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ നാട്ടിൽ പോട്ടെ, 1 വർഷമായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ലീവിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പതറി നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ആരും പറയുന്നില്ല. അപ്പോഴെന്തോ എനിക്കൊരു വശവശ തോന്നി. അന്നേരം ഞാൻ ചോദിച്ചു, മാമന്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ അമ്മ എന്നാ വിളിക്കുന്ന, അമ്മ എന്തിയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, അമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോഴ് അമ്മയുടെ ഫോട്ടോ ഓടിയിരുന്നു. അപ്പോഴ് എനിക്ക് ഞാൻ അമ്മയുടെ ഫോട്ടോ നോക്കുന്ന മാത്രമേ എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ ദേഹം കുഴഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത് പിന്നെ അതിനുശേഷം എൻ്റെ മൈൻഡ് കുറച്ച് ഡിപ്രഷൻ ആയി പോയായിരുന്നു. അങ്ങനെ 2 മാസക്കാലത്തോളം ഞാൻ അങ്ങ് വല്ലാത്തൊരു ഡിപ്രഷനിലായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്ന. അവിടെ എല്ലാം അന്നേരവും ഞങ്ങളുടെ ഹിന്ദുപരമായിട്ട് തന്നെ ഈ ജോത്സ്യനെ കൊണ്ട് ഏതാണ്ടൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ അങ്ങ് റെഡിയായതിനു ശേഷം പിന്നെ ഞാൻ തിരിച്ചു ഡൽഹിയിൽ വന്നു. ഞാൻ ജോലി ചെയ്തു കുറെ നാൾ അവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് എന്റെ സഹോദരൻ ഉണ്ടായിരുന്നു. അന്നേരം ഇടയ്ക്ക് വെച്ച് സഹോദരൻ അങ്ങ് പോയതിനു ശേഷം ഞാൻ വേറെ ഒരു ചേച്ചിയുടെ കൂടെയായിരുന്നു നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം അവിടെ ആദ്യം ജോലി ചെയ്ത ചേച്ചിയും അവരെല്ലാം അങ്ങ് മാറിപ്പോയി വേറൊരു സ്ഥലത്തോട്ട് പിന്നെ അങ്ങോട്ട് മാറി ആ ചേച്ചിയുടെ കൂടെ ഞാൻ നിന്ന് ജോലി ചെയ്തു. പക്ഷെ എനിക്ക് ആ ചേച്ചിയെ നല്ലപോലെ അറിയത്തില്ലെങ്കിലും നമ്മൾ മലയാളികളല്ലേ, കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ജോലിയൊക്കെ ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല, നീ വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങളെ റൂമിൽ 2-3 പേരുണ്ടായിരുന്നു. വേറൊരു കുട്ടിയുണ്ട്, അവര് കോട്ടയക്കാരിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്. അന്നേരം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഒരു അമ്മയെ നോക്കാൻ പോവാനായിരുന്നു. ഹോം നേഴ്സായിട്ട് ഞാൻ പോയായിരുന്നു. ആ ചേച്ചി എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ പോയിട്ട് വന്നു. അപ്പോഴന്നേരം ഞാൻ ജോലി ചെയ്ത് പൈസയും
അന്നേരം ഞാൻ ഇച്ചിരി വീട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ സാലറി ഒക്കെ കരുതി കുട്ടിയൊക്കെ വെച്ചിരുന്നു. സ്വർണങ്ങളെല്ലാം ഞാൻ കുറേശ്ശെ മേടിച്ച് ഞാൻ വെച്ചിരുന്നു. അങ്ങനെ വെച്ചിരുന്ന ആ സമയത്ത് അന്നേരം ഈ നമ്മളെ കൂടെ താമസിക്കില്ല, നമുക്കറിയത്തില്ലല്ലോ. പിന്നെ അവര് എങ്ങനെയാന്നുള്ളത്. അവര് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറി, ഞാനും അതേ കണക്ക് പെരുമാറി. അന്നേരം അടുത്തടുത്തുള്ള എല്ലാരും ഹിന്ദിക്കാരും. അന്നേരം അന്ന് രാത്രിയിൽ ഞാൻ പോയിട്ട് രാവിലെ ഞാൻ വന്നപ്പോ ഇവിടെ എനിക്ക് ഒരു ഗ്ലാസ് ചായ തന്നു. ഞാൻ ചായ കുടിച്ചത് മാത്രമേ എനിക്ക് അറിയാവൂ. അപ്പോഴേ ചായ കുടിച്ച് അന്നേരം ഈ കൊച്ച് എന്റെ കൈയുടെ ഞരമ്പ് അങ്ങ് മുറിച്ചു. ഈ കുട്ടി ഈ ഞരമ്പ് എന്റെ മുറിച്ചിട്ട് എന്റെ മൊബൈലും എന്റെ പേഴ്സിൽ ഇരുന്ന പൈസ, അന്ന് എനിക്ക് സാലറി കിട്ടിയ ദിവസമായിരുന്നു. എന്റെ കയ്യിൽ 30,000 രൂപയും ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരു 10 പവന്റെ സ്വർണവും ഉണ്ടായിരുന്നു. ഈ സ്വർണവും എല്ലാം എനിക്ക് ഒരു തുണി പോലും ഇല്ലായിരുന്നു. മറു തുണിക്ക് ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പോഴ് ഞാൻ ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കും, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ ചെറിയൊരു ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു, ഒരനക്കം. എന്തോ അത് ദൈവത്തിനെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരമായിരുന്നു അത്. എന്റെ റൂമിന്റെ അപ്പുറത്ത് ആ മാതാജി ഓടി വന്ന് എന്നെ കൊണ്ടാക്കിയ ചേച്ചി തന്നെ വിളിപ്പിച്ചു. ഞാൻ ബ്ലഡിലാകെ കുളിച്ചു കിടക്കുക. അങ്ങനെ ആ കൊണ്ടാക്കിയ സ്ത്രീ തന്നെ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ റൂമിൽ ഇരിക്കും. അവന് ഞാൻ പുറത്തെങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് സബ്ജി മേടിക്കാനായിട്ട് പോയ സമയത്തായിരുന്നു ഒരു ചേച്ചിയെ ഞാൻ കണ്ടു. അവിടെ വെച്ച് ഞാൻ ആ ചേച്ചി ആദ്യമായിട്ട് കാണുന്ന ആ ചേച്ചി എന്തോ ദൈവം കൊണ്ടുവന്നേരിയ ചേച്ചി ദൈവത്തെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്റെ അടുത്ത് എന്റെ കാര്യങ്ങൾ, എന്റെ അനുഭവങ്ങളെല്ലാം ഞാൻ ചേച്ചിയുടെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു മാർഗവും ഇല്ല, എനിക്ക് ജീവിക്കാൻ പോലും മാർഗമില്ല, എനിക്ക് നാട്ടിൽ പോണോ, എനിക്ക് എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യ ചേച്ചി. അന്നേരം ആ ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, നമുക്ക് നല്ല ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാം. അങ്ങനെയാണ് ഞാൻ യേശുക്രിസ്തുവിനെ ആദ്യമായിട്ട് ദൈവത്തിനെ ഞാൻ കണ്ടുമുട്ടുന്നതും എന്റെ ദൈവത്തെ കുറിച്ചുള്ള സ്നേഹം, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും എന്നോട് പിന്നെ ഇങ്ങനെയാണ് ആ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ച് പറയുകയും എടുക്കുകയെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് ഞാൻ ക്രിസ്മസിന്റെ അന്നാണ്. ക്രിസ്മസ് 25-ാം തീയതിയില് 2005-ലാണ് ഞാൻ ദൈവത്തെ അറിയാൻ ജ്ഞാനപ്പെട്ടതും ദൈവത്തെ അറിഞ്ഞതും ഒക്കെ. അതിനുശേഷം ഇന്നും വരെയും എന്റെ ദൈവം മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. അതിനിടയിൽ ഒരുപാട് കഷ്ടതകളും ഒക്കെ വന്നെങ്കിലും, ഒരുപാട് പ്രതികൂലങ്ങൾ വന്നെങ്കിലും ഞാൻ ദൈവത്തെ മറന്ന ഒരു കാര്യവും ഞാൻ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവര് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, എങ്കിലും ഞാൻ അങ്ങോട്ടൊന്നും അവര് ഒത്തിരി കഷ്ടത വന്നോന്ന് പറഞ്ഞ എന്തോ ആ കാലഘട്ടത്തില് കഷ്ടത എന്ന് പറഞ്ഞാൽ ഒരുപാട്. പിന്നെ ഞാൻ അവിടെ നിന്നു 2 വർഷം ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എന്റെ വീട്ടില് എന്റെ പിതാവ് ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നും ഒരു വിവാഹ ജീവിതം കൊണ്ടുവന്നു. അന്നേരം ഞാനത് സംബന്ധിച്ചില്ല. അപ്പോഴെന്നെ അവിടെ എല്ലാം ഇട്ട് ഓട്ടിച്ചു, എന്നെ ഉപദ്രവിച്ചു, കണ്ടമാനം ഉപദ്രവിച്ചു. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇല്ല ഇത് തന്നെ ഞങ്ങൾ നടത്തത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, ഇവിടെ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നാ, ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പോഴച്ഛൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, അച്ഛൻ സൈക്കിളായിരുന്നു പോയത്. ആ സൈക്കിളിൽ പോയപ്പോൾ അച്ഛന് അവിടെ വെച്ച് ഒരു ഓട്ടോ ഇടിച്ച് അങ്ങനെ അച്ഛന് ആക്സിഡന്റ് പറ്റി. അങ്ങനെ ആ വിവാഹം അങ്ങനെ അങ്ങ് പോയി, മുടങ്ങിപ്പോയി. അതിനുശേഷം ഞങ്ങള് ബ്യൂറോ വഴി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അച്ഛന്റെ വിവാഹ ജീവിതം വന്നത്. ഇങ്ങനെ ബന്ധക്കോസുകാരെ വേണോന്ന് ഇട്ടിരുന്നോ അതിനകത്ത്? ഞാൻ പറഞ്ഞു അങ്ങനെ മതി. അന്നേരം അവരും പറഞ്ഞു ആയുർവേദം പഠിച്ച ഒരു കൊച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്കും താല്പര്യമാന്ന് പറഞ്ഞു. അങ്ങനെ അവര് വിവാഹ ജീവിതത്തിലോട്ട് കടന്നു വന്ന അങ്ങനെ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബക്കാരെല്ലാരും കൂടെ ചേർന്ന് തന്നെ. അപ്പോഴച്ഛൻ അവിടെ കിടപ്പായി പോയി. പിന്നെ അച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെ എന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് എന്റെ കല്യാണം നടന്നു. എന്റെ എന്റെ പള്ളിക്കാരെല്ലാരും കൂടെ എന്നെ സഹായിച്ചു. അവിടെ ഞാന് പോയത് പിന്നെ ചെമ്മാമുക്കില് ചർച്ച്, പേരും മറന്നുപോയ അമ്മാമ്മേ, ചർച്ചായിരുന്നു. ആ ചർച്ചായിരുന്നു ഞാൻ പോയിരുന്നത്.
അങ്ങനെ അവിടുന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് ചെയ്തിരുന്നു. എനിക്ക് കല്യാണത്തിനുള്ള ആവശ്യത്തിനുള്ള പൈസയും ഒക്കെ എനിക്ക് അവിടുന്ന് ഒരുപാട് പേര് പിരിച്ചൊക്കെ തന്നു. കല്യാണം എല്ലാം നടന്നു. അവിടെയും വന്നപ്പോ എനിക്ക് ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എവിടാ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലായിരുന്നു എന്നെ കൊണ്ടുപോയത്. ചങ്ങനാശ്ശേരി. പുള്ളിക്കാരന്റെ വീട് റാന്നിയിലായിരുന്നു. ചേട്ടന്റെ വീട് ചങ്ങനാശ്ശേരിയിലായിരുന്നു. ചേട്ടന്റെ വീട്ടിലായിരുന്നു എന്നെ കൊണ്ടുപോയത്. ചേട്ടന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് അങ്ങനെ റൂമിൽ കയറിയെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ സന്നിധിയിൽ വെച്ച് എനിക്കൊരു ജീവിതം തന്നതാ. ആ ജീവിതത്തിൽ ഞാൻ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നതുവാ. മറ്റെല്ലാവരും എന്നെ കുറിച്ച് ഇന്ന് ചിരിക്കും. അതുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കരുത്. ഞങ്ങൾക്ക് ഈ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടത്തി അടുത്തുനിന്നും അവരെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാറി ഞങ്ങൾക്ക് പ്രത്യേകമായി താമസിക്കാൻ ഒരു ഇടം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ കൊല്ലത്ത് വന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ജോലി ചെയ്ത് രണ്ടുപേരും കൂടെ ശാന്തിഗിരി ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ശാന്തിഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതിന് ശേഷം അവിടെയും വെച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് മദ്യം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മദ്യപാനി അവിടെ എന്നെ കുറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ എങ്കിലും എന്റെ നടുവിൽ ദൈവം, അവിടെ എല്ലാം എന്റെ ദൈവം അവിടെ എന്നെ ഒരുപാട് മാനിച്ചു ഉയർത്തി. കഷ്ടങ്ങളൊന്നും എനിക്ക് അതൊരു സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് പോയി. അവിടെ വെച്ച് ഞാൻ ഗോഹട്ടി വെച്ചായിരുന്നു എന്റെ കുഞ്ഞായത്. അതിനുശേഷം ഞങ്ങള് നാട്ടിൽ വന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അങ്ങ് ഗോഹട്ടിക്ക് ഗോഹട്ടി പോയിരുന്നു. അതിനുശേഷം ഞങ്ങള് ഗോഹട്ടിയിൽ നിന്ന് നാട്ടിൽ വന്നു. കുഞ്ഞിന്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. അതിനുശേഷവും ഒരുപാട് സംഭവങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മദ്യപാനമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു കൂട്ടായ്മയിൽ പോകുമായിരുന്നു. അവിടെ വെച്ച് അതിനുശേഷം അവിടുന്ന് ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, ഗൾഫിൽ പോകാൻ ഒരു ചാൻസ് ഉണ്ട്, ബിനുവിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബിനു ഫിലിപ്പ്. അങ്ങനെ അവിടെ പോയതിന് ശേഷം ആ ബ്രദർ പറഞ്ഞു ഗൾഫിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഗൾഫിൽ കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. അപ്പോഴേ എന്നെ കുറെ പേര് സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യത്തെ വട്ടം പോയപ്പോഴ് അവിടെ പോയി ജോലിക്കൊക്കെ പോയി. അവിടെ ഒരുപാട് ആദ്യമേ ചെന്നപ്പോഴൊന്നും ജോലിയൊന്നും ശരിയായില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ജോലി നല്ലതുപോലെ കിട്ടി. 2 വർഷം അവിടെ നിന്നു. 2 വർഷമായപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. വന്നതിന് ശേഷം എന്റെ ഫാദർ മരിച്ചു. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഹസ്ബൻഡ് ഇലക്ട്രോണിക്സിന്റെ ആയിരുന്നു. ആയുർവേദത്തിൻ്റെത് മാറ്റിയിട്ട് ഇലക്ട്രോണിക്സിന്റെ പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന 2-3 വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരി എന്നോട് വന്നിട്ട് പറഞ്ഞ്, നിന്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലിക്കാരനല്ലേ, എന്റെ സുഹൃത്ത് ഗൾഫിലുണ്ട്, നമുക്ക് ഗൾഫിൽ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനെ ഗൾഫിൽ വിടാനുള്ള തയ്യാറെടുപ്പ് വീണ്ടും എടുത്തു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അന്നേരം എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് അവരെല്ലാവരും ലോൺ എടുത്തു തന്നു. അങ്ങനെ ലോൺ എടുത്ത് എല്ലാവരും എടുത്തു തന്നു. അങ്ങനെ അച്ചായൻ ഗൾഫിൽ പോയി 3 മാസം കഴിഞ്ഞപ്പോ അതേപോലെ തിരിച്ചിഞ്ഞു വന്നു. വന്നപ്പോഴത്തേക്ക് ഈ ആഴ്ച തോറും എനിക്ക് ക്യാഷ് അടയ്ക്കണമായിരുന്നു. 6000 രൂപ വെച്ച് ആഴ്ചയിൽ അടയ്ക്കണമായിരുന്നു. മൈക്രോ ഫിനാൻസിന്റെ ലോൺ ആയിരുന്നു. അന്നേരം അവിടെയൊക്കെ അന്നേരം അവിടെ കടക്കാരൊക്കെ ഒരുപാട് പേര് വരികയൊക്കെ ചെയ്ത് അതിന് അച്ഛനിഞ്ഞ് വരികയും ചെയ്തു. പിന്നെ ആയപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങള്, പിന്നെ ഇങ്ങോട്ടുള്ള ഇടത്തെല്ലാം കഷ്ടങ്ങളും കടപ്പാരങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കടക്കാരെല്ലാരും വരുമായിരുന്നു.
പൈസയുടെ പ്രശ്നത്തില്. എന്നിട്ട് കൂട്ടുകാരികളെല്ലാം വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലോണുകളെല്ലാം അടച്ചു തരണം, അടച്ചു തരാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓരോരുത്തരെയായിട്ട് കുറേച്ച് ജോലി ചെയ്ത് അടച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡ് വന്നു പെട്ടപ്പോഴത്തേക്ക് കടങ്ങൾ ധാരാളമായി. 2 ലക്ഷം രൂപയുടെ കടം പിന്നെ 3 ലക്ഷമായി, 3 ലക്ഷം പിന്നെ അങ്ങ് 4 ലക്ഷത്തിലോട്ടായി. അപ്പൊ കടം കൂടുന്നില്ല. ഒരാളുടെ നിന്ന് മേടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കും, മറ്റൊരാൾക്കുടെ നിന്ന് മേടിച്ച് അങ്ങനെയാണ് നിന്നത്. നിന്ന സമയത്ത് മൈക്രോ ഫിനാൻസിന്റെ ലോൺ അടയ്ക്കാനുള്ള സാറുമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ കാശ് കൊടുക്കാനില്ല. സത്യം പറയാൻ ഞാൻ ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ സാറുമാര് വരുമ്പോൾ കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയും, മോനെ അവിടെ പോയി നിൽക്ക്, സാറിന്റെ അടുത്ത് പറ അമ്മച്ചി ഇവിടെ ഇല്ലെന്ന്. ഞാൻ ബാത്റൂമിൽ വരെ ഞാൻ ഒളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ എവിടെ, ഹസ്ബൻഡ് എവിടെ ആയിരുന്നു? ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ജോലിക്ക് പോകും. അന്നേരം ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി. പൈസ ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ അവിടെ എല്ലാം എന്നെ ഇച്ചിരി ഒരു മണിക്കൂർ നമ്മൾ വേദനിച്ചെങ്കിലും ആ വേദനയുടെ ആ ആ രുചി എനിക്ക് 2 മണിക്കൂർ കൊണ്ടെങ്കിലും അത് മാറ്റി തരുന്ന ഒരു ദൈവമാണ് എൻ്റെ യേശു. അപ്പോഴൊക്കെ അന്നേരം എൻ്റെ അമ്മയുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് തന്നു. അങ്ങനെ കടമെല്ലാം വീട്ടിയതിന് ശേഷം എന്നാലും മൊത്തം കടം വീട്ടില്ല. ഈ മൈക്രോ ഫിനാൻസിന്റെ എമർജൻസി ആയിട്ടുള്ള കടങ്ങൾ മാത്രം അമ്മയുടെ കയ്യിലിരുന്ന പൈസ കൊണ്ട് അത് കൊടുത്ത് കഴിച്ചു. ബാക്കി എല്ലാവരെയും പറഞ്ഞു നിർത്തി. പിന്നെയും 3.5 ലക്ഷം രൂപയോളത്തോളം കടം ആയിട്ടിരിക്കുകയായിരുന്നു. ആ കട ഇരിക്കെ തന്നെയായിരുന്നു ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഭവനത്തിൽ വന്നത്. അപ്പോഴും ഞാനും ജോലിക്ക് പോകുമായിരുന്നു. ഇത് വാടക വീടാണോ? ഇത് എങ്ങനത്തെ വീടാ? ഇത് കൊച്ചു വീടാ, ഓടിട്ട വീടാണ്. നിങ്ങളുടെ സ്വന്തമാണോ? അല്ലല്ല, ഇതും വാടകയാണ്. ഇതും വാടക 20,000 രൂപ ആദ്യമേ അഡ്വാൻസ് കൊടുത്തായിരുന്നു, അതെല്ലാം പോയി. ഇപ്പം വാടകയും കൊടുത്തിട്ടില്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ അല്ലാതെ തന്നെ താമസിക്കുവാണ്. വാടക ഇല്ലാതാണോ താമസിക്കുന്നത്? അങ്ങനെ ഇരിക്കെ തന്നെ അന്നേരം ഇവിടെ താമസത്തിന് ഞങ്ങൾ വന്നതിന് ശേഷം കൊറോണ പെട്ടു. പപ്പായ്ക്ക് കൊറോണ വന്നു. പപ്പ മരിച്ചു. ആദ്യമായിട്ട് മരിക്കുന്നത് സിസ്റ്റർ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് മരിച്ചു 1 വർഷം കഴിഞ്ഞപ്പോ പപ്പ മരിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോ മമ്മി മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മ മരിച്ചു. എന്റെ അമ്മ മരിച്ച് 2 മാസവും 2 ദിവസവും കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡും മരിച്ചു. ഏത് വർഷമാണ് ഇതൊക്കെ നടക്കുന്നത്? നടന്നത് 2022-ലായിരുന്നു. ഈ 5 മരണവും 2022-ലാ? 22-ലായിരുന്നു. ഈ 5 മരണങ്ങൾ ഒരുമിച്ചായിരുന്നു നടന്നത്. പിന്നെ അച്ചായന്റെ പപ്പായും അമ്മയും ഓരോ വർഷം ഇടവിട്ട് മാത്രമേ ഉള്ളൂ. അച്ചായന്റെ പപ്പ 19-ൽ മരിച്ചു, 21-ൽ മരിച്ചു. അമ്മ 22-ൽ മരിച്ചു. 2-3 വർഷം കൊണ്ട് 5 മരണം. ഹസ്ബൻഡ് എങ്ങനെ സിസ്റ്റർ മരിച്ചേ? ഹസ്ബൻഡ് മരിച്ചത് ക്രിസ്മസ് രാത്രിയില് ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനമെല്ലാം പറഞ്ഞ് അച്ചായൻ ഭയങ്കര നല്ലതുപോലെ പാടിയൊക്കെ ചെയ്യുമായിരുന്നു. കൊയറിലൊക്കെ പാടുമായിരുന്നു. നല്ലപോലെ പാടിയൊക്കെ ആഹാരമൊക്കെ കഴിച്ച് പിന്നെ 12 മണി കഴിഞ്ഞതിന് ശേഷം എന്റെയും ജന്മനാള് ക്രിസ്മസിന്റെ അന്നായിരുന്നു. അന്നേരം പുള്ളിക്കാരൻ സന്തോഷത്തോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു, എനിക്ക് ക്രിസ്മസിന്റെ അന്ന് എനിക്ക് ചോദിച്ചു, ഇന്ന് ക്രിസ്മസുമാണ്, എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അന്നേരം അച്ചായൻ പറഞ്ഞു, ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അന്നത്തെ ദിവസം എന്റെ കുഞ്ഞിനെ അങ്ങ് മാമന്റെ വീട്ടിലോട്ട് അങ്ങ് ആക്കി. എന്ന് വെച്ചാൽ അന്ന് മോന് അവിടെ നിന്ന് കളിക്കട്ട്, മോനെ അവധിയല്ലേ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മാമന്റെ മോളടുത്തോട്ട് ആക്കിയിട്ട് ഞങ്ങൾ 2 പേരും ഇഞ്ഞു പോയിരുന്നു. മാമന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേരും ഇഞ്ഞു പോയിരുന്നു. അന്നേരം ക്രിസ്മസിന്റെ അന്ന് ഉള്ള പിറ്റേന്നോളം കുഞ്ഞ് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ബിരിയാണി വേണം, അച്ചാച്ചി എനിക്ക് ബിരിയാണി വേണം, ബിരിയാണിക്കുള്ള സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാധനം എല്ലാം മേടിച്ച് വീട്ടിൽ വന്നു, ആഹാരം കഴിച്ചു, സന്തോഷത്തോടെ ഇരുന്നയായിരുന്നു. പെട്ടെന്നൊരു ചുമ വന്നു, ചുമച്ചു. അത് മാത്രം എനിക്കറിയാം.
എല്ലാം അരമണിക്കൂർ കൊണ്ടായിരുന്നു സംഭവം നടന്നത്. ചുമച്ച് അച്ചാച്ച് താഴെ വീണു, അപ്പോഴേ മരിച്ചു. പിന്നെ എനിക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാമന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ മൊത്തവും. പിന്നെ മനുപാസ്റ്റിന്റെ അടുത്തായിരുന്നു ഞങ്ങൾ ഐ.ടി. ചർച്ചില് AG-യില് ഞാനിപ്പോ മെമ്പറാണ്. അവിടുത്തെ ചർച്ചിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എത്ര വർഷം കൊണ്ടാ ഇവിടെ പോകുന്നു മനുപാസ്റ്റിന്റെ അവിടെ AG-യില്? ഇപ്പൊ 2 വർഷമായി. അച്ചായൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് 1 മാസമേ ആയുള്ളായിരുന്നു. എന്റെ മാമൻ പറഞ്ഞിട്ടാണ് കൊറോണയൊക്കെ ആയതുകൊണ്ട് അടുത്ത് തന്നെ പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മനുപാസ്റ്റർ അടുത്ത് ഞങ്ങൾ പോയത്. മനുപാസ്റ്റർ അടുത്ത് പോയതിനു ശേഷമാണ് എന്റെ ഹസ്ബൻഡ് മരിച്ചത്. പുള്ളിയും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമായിരുന്നോ? വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം കടവും കൂടി, കൊടുക്കാനുള്ളവരെല്ലാരും വീട്ടില് കടക്കാര് മൊത്തം വരികയും ചെയ്യും. അതിനുശേഷം ഞാൻ രോഗിയായി മാറി. എന്റെ കണ്ണിന് ഈ കണ്ണിന് ഫുൾ കാഴ്ച മൊത്തം പോയി, കംപ്ലീറ്റ് പോയി. ഈ കണ്ണ് മാത്രമേ ചെറുതായിട്ട് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ എനിക്ക് പ്രശ്നം വന്ന് ഇപ്പൊ ഒരു യൂട്രസിനകത്ത് മുഴയുണ്ട്, ബ്ലീഡിങ്. ഇപ്പം ഒത്തിരി വർഷം കൊണ്ട് ഉണ്ട്. ഇപ്പം അതിപ്പം ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല, ഡേഞ്ചർ ആണ്, ഇത് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ശരി ഡോക്ടറെ, അത് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യം മോശമായത് കൊണ്ടാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാൻ ഇത് മടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഇപ്പൊ 2 ദിവസത്തിന് മുമ്പേ തന്നെ ഈ വീട്ടിന്റെ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് മാറണം, ഇനി ഇടിഞ്ഞു പോയാ ഞാൻ ഉത്തരവാദിയല്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ വീട് നോക്കണമെന്ന് പറഞ്ഞു. വീട് ഇടിയാറായി നിൽക്കുവാണോ? കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു ഇരിക്കുക, മൊത്തം പോയി. ബാത്റൂമെല്ലാം ഇടിഞ്ഞു പോയി. ബാത്റൂമിലൊക്കെ പോകുന്ന ഞാനും മോനും പ്രാർത്ഥിച്ചിട്ടാ പോകുന്നത്, ഒരു അഡ്ജസ്റ്റ്മെന്റിലാ പോകുന്നത്. പിന്നെ വീട്ടില് അടുക്കളയിൽ മൊത്തം കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്കിപ്പം ഒരു പാത്രം കഴുകാൻ തന്നെ ഭയങ്കര പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാല് വയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിന്റെ ഇടയിൽ എനിക്കൊരു കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ തൈലൊന്നും എടുത്തിട്ടില്ല, നീരൊക്കെ ആയിട്ട് ഇപ്പൊ ഇരിക്കുകയാണ്. അപ്പോഴും ആരും ഈ ക്രിസ്ത്യൻ കുടുംബത്തിലോട്ട് ഞാൻ കടന്നു വന്നതുകൊണ്ട് എന്റെ ഹിന്ദു സമുദായത്തിന് വന്നേല്ലേ, ആരും എന്നെ നോക്കുകയോ എന്റെ വീട്ടിൽ വരുകയോ ഇപ്പൊ ഒരു ഗ്ലാസ് ഞങ്ങക്ക് ഒരു നേരം ആഹാരം കൊണ്ടു തരുകയോ ഒന്നും ഞങ്ങക്ക് ആരും ചെയ്യത്തില്ല. ആരും ഇതുവരെയ്ക്കും വന്നിട്ട് പോലും ഇല്ല. ഞാനും എന്റെ കുഞ്ഞുമാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ കുഞ്ഞാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്, എടുക്കുന്നത് എല്ലാം. ഇപ്പോഴെനിക്ക് ജോലി ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്റെ ശരീരത്തിൽ. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം സിസ്റ്റർ എങ്ങനെയാ ജീവിച്ചത്? ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ ബ്ലീഡിങ് ആയി. അന്നേരം ഞാൻ ഇതേ സമയത്ത് ഫെബ്രുവരിയിൽ ഹോസ്പിറ്റലിൽ കിടക്കുക, ബ്ലീഡിങ് കൂടി. അന്നേരം കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോ അന്നേരം തൊട്ട് തുടങ്ങിയതാണ് ഈ കണ്ണിന്റെ പ്രശ്നം. അന്നേരം ഡോക്ടർ പറഞ്ഞതായിരുന്നു കണ്ണിന് കാഴ്ച പോയി ചേച്ചി, ഒരു കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് പോയി, അത് ചെയ്യണം, അല്ലെ അടുത്ത കണ്ണിന് കൂടെ എന്ന് വെച്ചാൽ സ്ക്രീൻ എടുത്തല്ലേ ഒരു കണ്ണ് നോക്കുന്നത്. അപ്പോഴതിന് കണ്ണിന്റെ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ, വലുതായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ചെയ്യാൻ എന്റെ ഇപ്പൊ ഒരു സാഹചര്യവും ഇല്ല, ഹസ്ബൻഡ് എല്ലാം മരിച്ചുപോയി, ഞാനും എന്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ, ഡോക്ടറെ എനിക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തേന്ന് പറഞ്ഞു. അന്നേരം ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇനി തിരിച്ചിഞ്ഞ് വീട്ടിൽ പോയിരുന്നു. ഇപ്പൊ എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭവനം, എന്നെയും കുഞ്ഞിനെയും. ഞാൻ ചോദിച്ചത് സിസ്റ്റർ ഹസ്ബൻഡ് അങ്ങ് മരിച്ചു കഴിഞ്ഞ് എങ്ങനെയാ ജീവിച്ചതെന്നാ ചോദിച്ചത്, എങ്ങനെയാ സിസ്റ്ററിന്റെ കാര്യങ്ങൾ നടന്നത്? ശേഷം ഞാൻ ജോലിക്കൊക്കെ പോവായിരുന്നു. എന്താ ജോലിക്കാ പോന്നെ? ഞാന് എല്ലാ ജോലിയും, അതായത് ഞാൻ പ്രസവത്തിന്റെ ഡെലിവറി ഒക്കെ നോക്കാനൊക്കെ പോവായിരുന്നു, പിന്നെ വീട്ടു ജോലിക്കൊക്കെ പോകുമായിരുന്നു. വീട്ടു ജോലിക്കൊക്കെ പോകും. അപ്പോഴാണ് എനിക്ക് വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഒക്കെ കൂടി, കണ്ണിന് പ്രശ്നമായി, പിന്നെ നിരന്തരം രോഗിയായി മാറി. ഇപ്പൊ കാലിന് ഓപ്പറേഷൻ ചെയ്തു. ഞാനിപ്പോ തയ്യൽ എടുത്തിട്ടില്ല, നീരൊക്കെ ആയിട്ട്
വീട്ടിലിരിക്കുകയാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോൻ എന്തിയേ? മോനെ ഒന്ന് വിളിച്ചാട്ട് സിസ്റ്ററെ. മോനെ പ്രൈസ് ലോർഡ് മോനെ. മോനെ സൺഡേ സ്കൂളിനൊക്കെ പോവൊക്കെ ചെയ്യുമല്ലോ ഇല്ലയോ? ഓ മോനെ, ഇപ്പൊ മമ്മി കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു, മമ്മിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെ മോൻ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇല്ലയോ? മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? അടുത്തുള്ള ക്രിസ്തുരാജ് സ്കൂളില്. മമ്മിയുടെ കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് മോനാണ് ആഹാരം ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്ന് മമ്മി പറഞ്ഞായിരുന്നു. അങ്ങനാണോ? ഞാൻ പിന്നെ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞായിരുന്നു അങ്കിള്. വീട് ഇടിയാറായിരിക്കുവാണെന്ന് അല്ലയോ? ഇനി എങ്ങനാ മോൻ എന്തുവാ ചിന്തിക്കുന്നത്? എങ്ങനെ മാറാനാ? എങ്ങോട്ട് മാറാനാ? മോനെ കൊണ്ടൊന്നും കഴിയത്തില്ല, കൊച്ചുകുട്ടിയാണെന്ന് അറിയാം. പിന്നെ മോൻ എന്തുവാ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നേ? നല്ലൊരു ഭവനം തരണേന്നാണ് യേശുവിനോട് പറയുന്നത്. ആമേൻ. മാറ്റി കൊടുക്കണേ. എന്തോ മോനെ? അസുഖങ്ങളെല്ലാം മാറ്റി കൊടുത്ത് അമ്മയ്ക്ക് ആരോഗ്യം കൊടുക്കണമെന്ന്. പിന്നെ അതെ, മോൻ നല്ലതായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ മോനെ, നമുക്ക് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം. കർത്താപ്പച്ചൻ അത്ഭുതം പ്രവർത്തിക്കും. മോൻ വിശ്വസിക്കുന്നുണ്ടോ? അത് ഉണ്ട്. മോന്റെ പാസ്റ്റർ ആരാന്നാ പറഞ്ഞേ? മനു പാസ്റ്റർ. എന്തോ മോനെ? ചർച്ച്. സ്ഥലം എവിടാ അത്? അയത്തില് കൊല്ലം ഇല്ലയോ? ഓക്കെ. മോന്റെ ആഗ്രഹം പോലെ കർത്താവ് അമ്മയ്ക്ക് ആരോഗ്യം കൊടുക്കട്ടെ. മോനെ താമസിക്കാൻ നല്ലൊരു ഭവനം കർത്താവ് ഒരുക്കി തരട്ടെ. ഓക്കെ മോനെ? ഓക്കെ സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സിസ്റ്ററിനെ വിളിച്ചതിന് ശേഷം ഞാൻ പാസ്റ്ററെ വിളിച്ച് സംസാരിച്ചായിരുന്നു ഇവിടുന്ന്. പാസ്റ്റർ പറഞ്ഞു 2-3 വർഷം കൊണ്ട് പാസ്റ്ററിന്റെ സഭാവിശ്വാസിയാണ് സിസ്റ്റർ എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണെന്ന് പറയുവാനിടയായി തീർന്നു. സിസ്റ്ററിന്റെ കഷ്ടങ്ങളും ഭാരങ്ങളെ കുറിച്ചൊക്കെ ദൈവദാസൻ ഞങ്ങളോട് സംസാരിച്ചു. സിസ്റ്റർ ഭാരപ്പെടാതെ, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊക്കെ കർത്താവ് മാറ്റം വരുത്തി തരുമെന്ന് ഞാൻ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുന്നു. ഓക്കെ സിസ്റ്റർ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് എന്തോ ചെയ്യും. സിസ്റ്ററിന് വേണ്ടി നല്ല വഴികളെ തുറന്നു തരും. ഒന്നും വിഷമിക്കണ്ട. ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും സിസ്റ്ററിനെ സ്നേഹിക്കുന്ന കർത്താവ് സിസ്റ്ററിന്റെ കൂടെ ഉണ്ട്. സിസ്റ്ററിന്റെ എല്ലാ കഷ്ടങ്ങളിലും ഇതുവരെയും ദൈവം നടത്തിയല്ലോ ഇല്ലയോ? ഈ ദൈവം നല്ല ദൈവമാണെന്ന് സിസ്റ്ററിന് അറിയാമല്ലോ. തീർച്ചയായിട്ടും സിസ്റ്ററിന്റെ ഈ സങ്കടത്തിലും ദൈവം നല്ല തുണയായി കൂടെ ഇരുന്ന് സിസ്റ്ററിനെ സഹായിക്കുന്നു. സിസ്റ്ററിനോട് സംസാരിച്ചപ്പം പറഞ്ഞു, ദൈവത്തിന്റെ വചനമാണ് സിസ്റ്ററിനെ നിലനിർത്തിയിരിക്കുന്നതെന്ന്. അത് ഏത് വചനമാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം സിസ്റ്ററിനോട് സംസാരിച്ചതായിട്ട് സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. ആ ഒരു വാക്യം ആണോ സിസ്റ്ററിനെ ബലപ്പെടുത്തി നിർത്തുന്നത്? ഓക്കെ സിസ്റ്ററെ, ഭാരപ്പെടാതെ നമുക്ക് കർത്താവ് വഴികളെ തുറക്കും. കർത്താവ് നല്ലൊരു ഭവനം കർത്താവ് ഒരുക്കി തരും. നിങ്ങൾക്ക് വസ്തുവോ വീടോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വാടക വീട്ടിൽ നിന്ന്. സിസ്റ്ററിന്റെ ആഗ്രഹം എന്തുവാണെന്നാ പറഞ്ഞ? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാട്ട്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഭവനം വേണം, അത്യാവശ്യം. ബാത്റൂമിലൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയ.
അതെല്ലാം ഇടിഞ്ഞ് താന്നിരിക്കുക. ഏത് നിമിഷവും താന്നു പോകുമെന്നുള്ളൊരു പേടിയാ. ഓക്കെ. സഭാവിശ്വാസികളൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമോ വല്ലോ? ഞങ്ങളുടെ സഭ ഒരു കുഞ്ഞു സഭയാണ്. അവിടെ എല്ലാ സാധുക്കളാണ്. അവരോടൊക്കെ എന്തോ ചോദിക്കാതെ, എന്നെ പോലെ തന്നെ ഞാൻ ആരോടും ഒന്നും ചോദിക്കത്തില്ല. ഞാൻ ദൈവത്തോട് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. എന്റെ പാസ്റ്റർ, എന്റെ അമ്മാമ്മയും പല ഘട്ടങ്ങളിലും അവരിൽ കൊണ്ട് കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഒരു നേരം ആഹാരമെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അത് പാസ്റ്ററിനും അമ്മാമ്മയ്ക്കും അവരെ കൊണ്ട് അത്രേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അവരെ കൊണ്ട് കഴിയുന്ന രീതി ഞങ്ങൾക്ക് ചെയ്തു തരും. അത് നിശ്ചയമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആ സഭയില് കുഞ്ഞു സഭയായതുകൊണ്ട് അതുകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആരോടെയും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ ദൈവത്തോടാ പറയുന്നത്. എനിക്ക് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞു ഞാൻ ദൈവത്തോട് വന്നെങ്കിലും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴൊക്കെ എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് എനിക്ക് അത് കൂടുതൽ അറിയാൻ പറ്റിയത്. ഒരുപാട് നിന്ദകളും അവഗണനകളും ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുക. ഞാനും എന്റെ കുഞ്ഞും മാത്രമേ ഉള്ള ഈ ഭവനത്തിന്. ദൈവമുണ്ട്, ഒരു നേരം പോലും കഴിക്കാൻ പോലും ആൾക്കാരില്ല. ഞാനും എന്റെ മോനും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആശുപത്രി പോവാൻ, ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായി എന്നെ വെടിവെക്കുന്നു. ആരെങ്കിലും പോയി ഏലിയാവിന് കാക്കയെ കൊടുത്ത് ആഹാരം കൊടുത്തതുപോലെ എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് തരും. എന്റെ കുഞ്ഞിനും എന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം എനിക്ക് ഓരോ ദിവസവും നടത്തി തരുന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്ത് എത്ര പറഞ്ഞാലും മതി വരുത്തില്ല. അത്ര നല്ല ദൈവമാണ് എന്റെ ദൈവം. ഞാൻ ഇനി എന്ത് കഷ്ടത വന്നാലും എന്റെ യേശുവിനെ ഒരു നാളും ഞാൻ കൈവിടില്ല. മരണമേറെ എന്റെ യേശുവിന്റെ കൂടെ ഞാൻ ചേർന്ന് നിൽക്കും. എനിക്ക് അത്രയേ ഉള്ളൂ. എന്റെ ഏറ്റവും സമ്പത്ത് എന്ന് പറഞ്ഞ എന്റെ ദൈവം. എനിക്ക് അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞും എന്റെ ദൈവവും കഴിഞ്ഞുള്ളൂ. എനിക്ക് എന്തും വേറൊന്നും എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്കിപ്പോ താമസിക്കാൻ ഒരു സാഹചര്യമാണ് ആവശ്യം. സിസ്റ്റർ വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് പ്രിയ സിസ്റ്ററിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടതായ വഴികളെ തുറന്നു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും നേരം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഹല്ലേലൂയ, നാം പലതരത്തിലുള്ളതായ സാക്ഷ്യങ്ങളെ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ജീവിതത്തിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വിധവയായ സഹോദരിയുടെ അവരുടെ ശരീരത്തിലും തീരെ സുഖമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. കണ്ണ് കാണത്തില്ല, ഒരു കണ്ണൊട്ടും കാണത്തില്ല. ഒരു കണ്ണ് അല്പമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞും ആയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വാടക വീട്ടില് വാടക കൊടുക്കണ്ട, അതിന്റെ ഉടമസ്ഥൻ വാടക വാങ്ങിക്കുന്നില്ലെന്നാണ് അറിഞ്ഞത്. എന്നാൽ ആ വീട്ടിൽ താമസിക്കാൻ കഴിയത്തില്ല. അത് ഏത് നിമിഷമാണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല. അതിനാൽ അവരെങ്ങോട്ട് മാറിപ്പോകണമെന്നും അറിയത്തില്ല. അവര് കൂടി നിൽക്കുന്ന സഭയ്ക്ക് അവരെ സഹായിക്കാനോ ഒന്നും ഒരു കഴിവില്ല. അവരെല്ലാവരും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ അവരെ കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവരും ചെയ്യും. അങ്ങനെയാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത്. പിന്നെ പ്രിയ സഹോദരി എല്ലാ ജോലിക്കും കടന്നു പോകും, വീട്ടു ജോലിക്കായാലും എല്ലാം കടന്നു പോകും. അങ്ങനെയാണ് ഇതുവരെയും ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സഹോദരിയുടെ കാല് വയ്യാതെയും ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടും ഒക്കെ അങ്ങനെ പല കണ്ടീഷനിലുള്ള വളരെ വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ എന്നെ പ്രിയ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയിൽ നിങ്ങൾ ആ പ്രിയ സഹോദരിയെ ഓർക്കുക. കർത്താവ് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അവരെ സഹായിക്കണമെന്ന്
തോന്നിക്കുവാണെങ്കിൽ, നിങ്ങളോട് ആരോടും അപേക്ഷിക്കുവാനല്ല, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രിയ സഹോദരിയെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നിപ്പിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ അവരുടെ നമ്പർ ഡയറക്റ്റ് നിങ്ങൾക്ക് നൽകി തരുന്നതാണ്. ആ പ്രിയ സഹോദരിയെ കർത്താവ് കഷ്ടത്തിൽ നിന്ന് വിടുവിക്കട്ടെ. നമുക്ക് ഒത്തൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, എൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. ഈ ചെറിയവരിൽ, ഹല്ലേലൂയ, ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നുവെന്ന്, ഹല്ലേലൂയ, വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക ദൈവമക്കൾ അനേകരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആത്മീയ നമ്മുടെ ദൈവമക്കളുടെ ഒരു സ്നേഹം വെളിപ്പെടുത്തുന്നത്. എനിക്കറിയാം, ഹല്ലേലൂയ, സഹോദരിയുടെ ഈ അവസ്ഥകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടുന്നുവെങ്കിൽ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. പ്രിയ സഹോദരിയിലെ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ സഹോദരിയുടെ അവസ്ഥയെ ദൈവം അറിയുന്നല്ലോ. പ്രിയ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവരെ നടത്തിയ ദൈവം അനേക കഷ്ടങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ ഒക്കെ കൊണ്ടുവന്ന കർത്താവെ, ഈ ആയിരിക്കുന്ന സിറ്റുവേഷൻ കർത്താവ് നന്നായി അറിയുന്നു. കർത്താവ് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ വഴികളെ കർത്താവോടുന്ന് തുറക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന അവരുടെ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കർത്താവ് ഒരു ശാശ്വത പരിഹാരം കൊടുത്ത് ദൈവം അവരെ നടത്തിയാട്ട. ഹല്ലേലൂയ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.